Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയോ, ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നാച്ചുറലി എൻ്റെ പ്രേക്ഷകർ ആലോചിക്കും, ഇന്ന് വെജിറ്റേറിയൻ ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഗസ്റ്റ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആനിക്ക് ഒരു വെജിറ്റേറിയൻ ചെയ്യാൻ പറഞ്ഞാൽ വലിയ പാടാന്നൊക്കെ അല്ലേ പറയുന്നത്. പാടൊന്നും അല്ല കേട്ടോ, തമ്പുരാൻ്റെ കൃപ കൊണ്ട് വെജിറ്റേറിയനിലോട്ട് അധികം പരീക്ഷിക്കാറില്ല. പക്ഷെ എന്നാലും ഞാൻ വിടുകയില്ല, വരുന്ന ഗസ്റ്റിൻ്റെ പ്രിഫറൻസ് എന്താണോ അതേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് വേറെ ആരുമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എനിക്ക് പപ്പേച്ചിയാണ്. എൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇന്നും എക്കാലവും എവർഗ്രീൻ ഇഷ്ടമുള്ള മേനക ചേച്ചിയാണ് ഇന്ന് എൻ്റെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. പപ്പേച്ചി പ്യോർ വെജിറ്റേറിയൻ ആണ്. അതിൻ്റെ കൂടെ പപ്പേച്ചി ഇന്നത് കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങൾ പപ്പേച്ചി കഴിക്കില്ല, കുറേ കാര്യങ്ങൾ പപ്പേച്ചി കഴിക്കുക. അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, എനിക്ക് അത് വേണ്ട ഇത് വേണ്ട, അങ്ങനെ വെച്ചിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കബാബാണ്. കബാബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഇറ്റ് ഈസ് ഹെൽത്തി. പിന്നെ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കൊക്കെ ഇതൊരു ഓപ്ഷനായിട്ട് എടുക്കാം. വെജിറ്റേറിയൻകാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി സ്ക്യൂവറിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊന്ന് വിചാരിച്ചോളൂ, കബാബ് ടിക്ക പോലെ നമുക്ക് കട്ട്ലേറ്റ് പരുവത്തിലാക്കിയെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സ്ക്യൂവറിലൊന്നും അത് പിടിച്ച് കിട്ടിയാൽ മതി. അതും പോയിട്ട് വെജിറ്റേറിയൻ ആയതുകൊണ്ട് സ്ക്യൂവറിൽ പിടിക്കാൻ പാടാം. അപ്പം നമ്മൾ എന്നാന്ന് വെച്ചിട്ട് കടലമാവൊക്കെ ചേർക്കും, അതൊന്നും ബൈൻഡ് ആവാൻ വേണ്ടി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ദിസ് ഈസ് എ ഹെൽത്തി വേ. പിന്നെ ഇതിനകത്ത് മസാലാസ് ചേർക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റക്കുറച്ചിൽ പോലെ, ഇറച്ചി പോലെ ഇതങ്ങോട്ട് ഒത്തിരി മസാല പിടിക്കുകയില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ. ഇത് വെജിറ്റേറിയൻകാർക്കും നോൺ വെജ് ആണെങ്കിലും ഇത് വെജിന് പകരം ഇറച്ചി ചേർത്താലും മതി, ഇറ്റ്സ് ഗുഡ്. ഈ കബാബിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ചട്നിയും കൂടെ ചെയ്യാം, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഓണിയൻ റിങ്സ്, ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഈ പറഞ്ഞ പോലെ വൈറ്റ് റൈസ് നല്ലതാ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക റോട്ടി, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്ന വൈറ്റ് റൈസ്, അതിൻ്റെ കൂടെ ഒരു പനീർ കറിയും ചെയ്യുന്നുണ്ട്. ആ പനീർ കറി പിന്നെ വേറെ എപ്പിസോഡിൽ ചെയ്യാം. ഇന്ന് പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന കബാബ്. അപ്പോൾ ഫസ്റ്റ് ചട്നിക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നുള്ളത് നോക്കിക്കോ. ഫസ്റ്റ് വേണ്ടത് കുറച്ച് ടൊമാറ്റോ, ഞാൻ 2 എണ്ണം പുഴുങ്ങിയിട്ട് തോല് കളഞ്ഞ് അടിച്ചു വെച്ചേക്കുക. സെക്കൻഡ് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഇത് ഞാൻ ശരിക്കും മേടിച്ചതാണ്, അതല്ല നമ്മൾ അരയ്ക്കുന്നെങ്കിൽ അങ്ങനെ. പിന്നെ ഉള്ളത് ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് തന്നെ എടുക്കണേ, അതല്ല ഗ്രീൻ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കെച്ചപ്പ്, ഇതെല്ലാം 1 ടേബിൾ സ്പൂൺ വീതം എടുത്തേക്കുന്നത്. എരിവ് അനുസരിച്ച് നമ്മൾ റെഡ് ചില്ലി ഫ്ലേക്സ്, ഇത് വറ്റൽമുളക് പൊടിച്ചതാണ്. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയട്ടെ, ആക്ച്വലി ഇത് വറ്റൽമുളക് പൊടിച്ചതാണ്. നമ്മൾ മേടിക്കുന്നതിന് ഒരു ഇച്ചിരി എരിവ് കുറവാണ്, ഇതേപോലെ റെഡ് ചില്ലി ഫ്ലേക്സ് ആയിട്ട് മേടിക്കുന്നതിന്. എന്നാൽ നമ്മൾ വീട്ടിൽ പൊടിക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി എരിവ് കൂടുവേ, അതൊന്ന് നോക്കിക്കോണം. പിന്നെ വേണ്ടിയത് ഈ ടാങ്കിനെസ്സും പുളിയും അതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ ഒരു ഇച്ചിരി പഞ്ചസാര. സോസിലെല്ലാം ഉപ്പുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു ഇച്ചിരി ഉപ്പ് വേണം. ഇത്രയും സാധനമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സോസിന് വേണ്ടിയത്. നെക്സ്റ്റ് കബാബിന് വേണ്ടിയിട്ടുള്ളത് ഇത് കുറച്ച് സ്പിനാച്ചാണ്. ഈ സ്പിനാച്ച് ഒന്ന് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ടേച്ച് പെട്ടെന്ന് തന്നെ അതിനൊന്ന് മാറ്റി തണുത്ത വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചേക്കുക. അതേപോലെ ഇത് കോൺ, ഇതൊന്നെങ്കിൽ അരച്ചെടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്താൽ മാത്രമേ, എന്നാൽ അത് ബൈൻഡ് ആവുകയും വേണം. അപ്പോൾ അതനുസരിച്ച് കോണാന്ന് അറിയുകയും വേണം. അപ്പോൾ അതനുസരിച്ചുള്ള എന്താ പറയുക അരക്കിലേ നടക്കാവുള്ളൂ. പേസ്റ്റ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് കുറച്ച് കടലമാവ്. പിന്നെ ഇതൊരു ഒരു വലിയ തക്കാളി എടുത്തു, അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്താൽ, തൊലിയൊന്നും മാറ്റണ്ട, ഫ്ലഷ് മാത്രം എടുത്ത് വെച്ചതാണ്. നെക്സ്റ്റ് വേണ്ടിയത് കുറച്ച് ഉരുളക്കിഴങ്ങ്, ഇത് പുഴുങ്ങി നമ്മൾ പൊടിച്ച് വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് ഇച്ചിരി പച്ചമുളക് ഇത്രയൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് അത് അറിയാത്ത രീതിയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. ഇത് ഇച്ചിരി മുഴുത്തതാണ്, പക്ഷെ എന്നാലും ഞാൻ ഒരു ഇച്ചിരിയും കൂടെ അരിയാം. പിന്നെ വേണ്ടിയത് കുറച്ച് ഒന്നെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇഞ്ചി അരിഞ്ഞത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, അതൊന്നും ഒത്തിരി ഒന്നും വേണ്ട, അതിൻ്റെ ഒരു എരിവ് കണക്കാക്കി എടുത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു നാരങ്ങയുടെ നീരാണ് ഇത്, കുറച്ച് കസൂരി മേത്തി,
ഇത്രയും സാധനം നമുക്ക് വേണം. ഇതിനല്ലാതെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ അരിഞ്ഞിടണം. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ട. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സോസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇച്ചിരി സോസ്, ഇത് കൊടുക്കാനുള്ള സോസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഇതിന് എപ്പോഴും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതിയേ. വലിയ പാത്രമാണ്, ഒരു ഇച്ചിരി നേരെ എണ്ണ ഒഴിക്കുന്നതെന്ന് വിചാരിക്കരുത്. പക്ഷെ നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് എന്താ പറയുക ആവണ്ടേ. അപ്പം നമ്മൾ ശരിക്കും അത് ആക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചൊവയും വരും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളി എടുത്തുള്ളൂ, ഒരു ഇച്ചിരി. അതിൻ്റെ ഫ്ലേവർ ഒത്തിരി മുമ്പിൽ നിൽക്കേണ്ട. എന്നാൽ വെളുത്തുള്ളി വേണമെന്ന് ചോദിച്ചാൽ വേണം താനും. ഒരു 1/4 ടീസ്പൂൺ വെച്ചോ, 1/4 അല്ലെങ്കിൽ 1/2. ഇത് മേടിക്കുന്ന വെളുത്തുള്ളി ആയതുകൊണ്ട് നമ്മൾ അത്രയും 1/4 പോലും 1/2 പോലും ഇടരുത്. അതിൻ്റെ ഒരു കുത്തലുണ്ട് കേട്ടോ. പിന്നെ ഈ മേടിക്കുന്ന വെളുത്തുള്ളി ആണെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട എന്നാന്നോ, എപ്പോഴും ആദ്യം ആ വെളുത്തുള്ളി അങ്ങ് ഇട്ടേക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ കുത്തൽ ഭയങ്കര, അതാ കണ്ടിന്യൂസ് ആ കറിയിൽ മൊത്തം വരും. ഇത് എനിക്ക് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല, എപ്പോഴും ചെയ്യുമ്പോഴും ആലോചിക്കും. ചില സമയം അങ്ങ് അബദ്ധങ്ങൾ പറ്റാറുമുണ്ട്. ഈ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇഞ്ചിയില്ല. നമ്മൾ സാധാരണ ചൈനീസൊക്കെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് നമുക്ക് മുന്നേ വരുന്നത് അല്ലേ. ആ ഒരു മണവും അതിൻ്റെ ഒരു രുചിയും എല്ലാം നമ്മളുണ്ടാക്കുന്ന സോസിനകത്തും വേണം. ഇതൊരു ഇച്ചിരി മൂത്തേ. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ടൊമാറ്റോ ഒന്ന് ചേർക്കുക. ഇതിനകത്ത് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ആ തക്കാളിയുടെ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ഒന്ന് ആ വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയൊന്ന് വെളി വരും അല്ലേ. അത് വന്നതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കാം. ടൊമാറ്റോയുടെ വെള്ളം പറ്റുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാനാവും. ഈ ബബിൾസ് അങ്ങ് പോയേച്ച് നല്ലോണം ആ ഒരു ഫ്ലഷിൻ്റെ ഇത് മാത്രമായിട്ട് വരും. ആ സമയം നമ്മുടെ ചേർത്ത വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ അങ്ങ് ചേരും. വെളുത്തുള്ളിയും വേവും, ടൊമാറ്റോയുടെ പച്ചച്ചൊവയും മാറും, നമ്മുടെ ആ സോസി ടേസ്റ്റ് വരുകയും ചെയ്യും. ആക്ച്വലി ഇപ്പം നമ്മുടെ ആ ടൊമാറ്റോയുടെ വെള്ളം എല്ലാം നല്ല വറ്റി വരുന്നുവാ. ഏകദേശം 1/4 ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി സോസസ് ഒക്കെ ഒന്ന് ചേർക്കാം. ഇതൊരു ടേബിൾ സ്പൂണോളം വരും. റെഡ് ചില്ലി സോസാണ്. നെക്സ്റ്റ് ചേർക്കുന്നത് കെച്ചപ്പ്, ഒരു ടേബിൾ സ്പൂൺ. എരിവ് അനുസരിച്ച് നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര, ആ ഒരു പുളിപ്പ്, ഉപ്പ്, എരിവ് ഇതെല്ലാം വരുമല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാം. സോസിനകത്ത് ഉപ്പുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഇടുക. സോസിനകത്ത് വെള്ളമുണ്ട്, ടൊമാറ്റോ മിക്സിയിൽ അരിച്ച് ചേർത്തുകൊണ്ട് വെള്ളമുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം ഒഴിച്ച് ഈ വെള്ളമെല്ലാം പറ്റിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് അഹങ്കാരം, പിന്നെ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കണം. എന്നാന്നറിയാവോ, ഇതെന്താ ആവശ്യമില്ല. പക്ഷേ പാചകത്തിനകത്ത് നമ്മൾ ഒരുപാട് അങ്ങ് ആയി കഴിയുമ്പോൾ, ഇതെൻ്റെ സൈക്കോ, ഞാൻ എല്ലാവരോടും പറയുകയില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചത് വെന്ത് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് മിക്സായി അതും ഒന്ന് വെന്തു എന്നുള്ളൊരു ഫീലിംഗ്. ആക്ച്വലി ഇപ്പം സോസ് കറക്റ്റാണ്, പക്ഷെ എന്നാലും എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഒരുപാടൊന്നുമല്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അത്രയൊക്കെ മതി. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചൊവ പോയി എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതാ. ആക്ച്വലി ഇത്രയും ഹൈ ഫ്ലെയിമിൽ കിടന്ന് എല്ലാം ചെയ്യുമ്പോൾ തന്നെ അത് ആയി കഴിയും. പക്ഷെ എന്നാലും ഓക്കെ, നമ്മുടെ കബാബിൻ്റെ കൂടെ കഴിക്കാനുള്ള സോസസ് റെഡി. ഇതിനകത്ത് മല്ലിയില നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇടും. എണ്ണയെല്ലാം തെളിഞ്ഞു, അതാണ് അതിൻ്റെ ആ ഒരു രീതിയെ. അതായത് അത് ആ സോസ് ആയി എന്ന്, അല്ലെങ്കിൽ ഒരു കറി ആയി എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണ്ടേ. നമ്മൾ ആദ്യം ചേർക്കുന്ന എണ്ണ ആ ലാസ്റ്റ് ആകുമ്പോൾ അത് തെളിഞ്ഞു വരും. അപ്പം അതിൻ്റെ പച്ചച്ചൊവ്വ എല്ലാം മാറിയെന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നോക്കിയാൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ആ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നേക്കുക. ഞാൻ ഒഴിച്ച വെള്ളമെല്ലാം പറ്റി വെന്തു. ടൊമാറ്റോ ഓൾറെഡി വെന്തതാണ്, പക്ഷെ എന്നാലും സോസിനകത്ത് കയറിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേരുമ്പം
ഉണ്ടാവുന്ന ഒരു വ്യത്യാസം. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ സോസസ് റെഡി. ഇനി നെക്സ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കബാബിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇതൊന്ന് മാറ്റി വെച്ച് ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ പാൻ വെക്കും. ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ ഈ പറഞ്ഞ പോലെ മല്ലിയിലയോ ഒക്കെ ഉള്ളൂ, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇനി ചേർക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റ് ഒന്ന് റോസ്റ്റ് പോലെ ആക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ സ്പിനാച്ച്. ഇത് ഫസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന എന്നതിനാണെന്നറിയാവോ, അല്ലെങ്കിൽ നമ്മൾ ബൈൻഡ് ചെയ്യുമ്പോഴത്തേന് എണ്ണമയം കൊണ്ട് സ്ക്യൂവറിൽ ഒട്ടുകയല്ല. ഇനി നമ്മൾ അതിനെ ഫ്രൈ ചെയ്യുന്ന സമയത്തോ ഗ്രില്ല് ചെയ്യുന്ന സമയത്തോ ചെയ്യുമ്പോൾ മാത്രം എണ്ണ ചേർത്താൽ മതി. ഓക്കെ, ഇനി ഇത് ഞാൻ ബൗളിലേക്ക് മാറ്റുക. ഈ സെയിം പാനിലേക്ക് തന്നെ നെക്സ്റ്റ് നമ്മുടെ കോൺ. ഇതിൻ്റെയൊക്കെ ഒരു വെള്ളമയം പോവാൻ വേണ്ടിയിട്ടാണ്. കോണിനൊന്നും വലിയ വേവ് ഒന്നുമില്ല. നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ചുട്ടു തിന്നുന്നതല്ലേ, അന്നേരം പിന്നെ വലിയ വേവ് ഒന്നുമില്ല. അത് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അല്ല, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം എല്ലാവർക്കും ഉണ്ട് നോൺ സ്റ്റിക്ക്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ട് കഴിഞ്ഞാൽ വേണ്ടേ, നോൺ സ്റ്റിക്ക് പാനിൽ ഇട്ടിട്ട് തന്നെ ഇതിനകത്ത് അടി പിടിക്കുന്നു. അപ്പം പിന്നെ നമ്മളൊരു ഇരുമ്പ് ചട്ടിയിൽ ഇട്ടാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇനി ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തില്ല എന്ന് വിചാരിച്ചോ, ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചോ, ക്രഷ് ചെയ്യാതെ ചുമ്മാ അങ്ങ് ഇട്ടേച്ച് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തേച്ച് ഒന്ന് അടിച്ചാലും മതി. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളത്. ആ മൊരിഞ്ഞ സാധനം ഒന്നും കളയല്ലേ, അപ്പം എന്നാലേ അതിന് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരത്തുള്ളൂ. കരിഞ്ഞതല്ല, ആ മൊരിഞ്ഞു വന്ന സാധനം. നമ്മൾ കോണൊക്കെ ഈ എന്താ പറയുക, സ്ട്രീറ്റിലൊക്കെ നമ്മൾ നോർത്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ, ഇപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട്, അത് കിട്ടുകയല്ലേ. അന്നേരം അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയെങ്കിലും അതിനൊരു ബ്രൗണിഷ് ഷെയ്ഡ് കൊടുത്താലല്ലേ അതുണ്ടാവും. ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി, ഒരു 1/4 to 1/2 ടീസ്പൂൺ മതിയാവും. ഇനി വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ, ഒരു ഫുൾ ടൊമാറ്റോ തന്നെ വേണ്ട. ഇനിയുള്ളതാ പൊടി. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി മതിയേ. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടാവുകയല്ല. അതേപോലെ ഒരു ശകലം ഗരം മസാല. ഒന്നിൻ്റെയും എന്താ പറയുക കുത്തൽ കൂടുതലാവില്ല. പിന്നെ ഒരു ഇച്ചിരി നാരങ്ങ നീര്, പുളി അനുസരിച്ച്. ഇതൊന്ന് ബൈൻഡായി കിട്ടാൻ കുറച്ച് കടലമാവ്. കടലമാവിന് പിന്നെ ഓപ്ഷൻ ഉണ്ട്. കുഴയ്ക്കും തോറും നമുക്ക് പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി ഇടാം. പിന്നെ വേണ്ടിയത് ഒരു വലിയ ടേബിൾ സ്പൂൺ കണക്കിന് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, കുറച്ച് കസൂരി മേത്തി. പിന്നെ എല്ലാം കുഴച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇടണം. പച്ചമുളകും കുറച്ച് അരിഞ്ഞിടണേ. ആദ്യം ഞാൻ ഒന്ന് കുഴച്ചോട്ടെ. ഇതിൻ്റെ കൂടെ എന്നാണെന്നറിയോ, ചാട്ട് മസാല ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടാം. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ കൈ തടവി വെച്ച് സ്ക്യൂവറിലേക്ക് ഇത് പിടിക്കണം. അത് വുഡൻ സ്ക്വയർ ആവാം, അതല്ല ഇതേപോലെ സ്റ്റീൽ സ്ക്വയർ ആവാം. നമ്മുടെ കയ്യിൽ ഏതുണ്ടോ അത്. ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിനെ നമ്മൾ ഏത് ഷേപ്പിൽ ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും ഇത് കബാബായി തന്നെ മാറും. അതിനകത്ത് ഷേപ്പിലാണ് അതിൻ്റെ വ്യത്യാസം മാറത്തുള്ളൂ, പക്ഷേ ഇൻഗ്രീഡിയൻസിന് മാറുന്നില്ല. അപ്പം കബാബ് എന്നുള്ള ഒരു പേര് മാറുന്നൊന്നുമില്ലല്ലോ, അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസും ടേസ്റ്റും മാറുന്നില്ല, ഷേപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സ്ക്യൂവറിൽ തന്നെ വേണം എന്നൊന്നും പറയുകയില്ല. അഥവാ സ്ക്വയർ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കയ്യിലൊരു ഇച്ചിരി എണ്ണ തടവുക, അതിനെ ആക്കുക. ആക്ച്വലി നമ്മൾ സ്ക്യൂവറിൽ ഇങ്ങനെ കബാബിൻ്റെ ഷേപ്പിൽ ആക്കി എടുത്താൽ മതി. ഇനി
ഒരു കാര്യം കൂടെ പറയാം, നമ്മളിപ്പം കുഴയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റ് പാകമായിട്ട് തോന്നാം. ഇപ്പം ഈ സ്ക്യൂർ ഓൾവേസ് നമ്മുടെ ഒരു പാനിനകത്ത് നിൽക്കുന്ന പോലെ ഈ നീളമുള്ളതേ എടുക്കാവുള്ളൂ, ആ ടൈപ്പ് ഓഫ് പാനേ എടുക്കാവുള്ളൂ. കാര്യം എന്താണെന്നറിയാമോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഥവാ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്യൂറിൽ നിന്ന് വിട്ടുപോയാലും അതിൽ കിടന്ന് ഇത് ബാക്കി വെന്തോളും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് വറുക്കുന്ന സമയത്ത് ബട്ടർ ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്ക്യൂറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എയർ ഫെയറിൽ ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. ഇനി ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഷേപ്പാക്കി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി ഇതൊന്നും ചെയ്യാൻ ഒക്കെയില്ലെങ്കിൽ ഇതൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, കുറച്ച് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. ഡ്രൈ ഫ്രൈ ആ ചെയ്യുന്നതെങ്കിൽ, അതല്ല ചുട്ടെടുക്കുന്ന പരിപാടി ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും സേഫായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു ഷാലോ ഫ്രൈ, അതായത് ഒരു എണ്ണയോ ബട്ടറോ ഇട്ടേച്ച് ഒന്ന് ചുട്ടെടുക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്താൽ അതിനെ ഒന്ന് സഹായിക്കണം. വറുത്ത് കോരുകയല്ല ചെയ്യുന്നത്, എപ്പോഴും നമ്മൾ ചുട്ടെടുക്കുന്ന പരുവാണ്. അതുകൊണ്ട് ഷാലോ ഫ്രൈ. ഇനി ചുട്ടെടുക്കുന്ന സമയം ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിമിലേക്ക് വെക്കുവാണെങ്കിൽ ഇതേപോലെ കുറച്ച് എണ്ണയും തൂത്ത് കൊടുത്താൽ നല്ലതാണ്. നെയ്യും ബട്ടറുമാണ് ഏറ്റവും സേഫസ്റ്റ് ഫാറ്റ് എന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ്. അതുകൊണ്ട് അത് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് തരുക. അതല്ല റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും ഒരു ഇച്ചിരി ചേർത്ത് ഒന്ന് ചുട്ടെടുത്താൽ. ഒരുപാട് കടലമാവ് ചേർക്കുവാണെങ്കിൽ കടലമാവിൻ്റെ ടേസ്റ്റ് വരും. ഇച്ചിരി ഒന്ന് ചൂടാക്കിയും കടലമാവ് ഇടാം. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല, നിങ്ങൾ കണ്ടു 2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതനുസരിച്ചാണെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ച് ആ ടൊമാറ്റോയുടെ വെള്ളമൊന്ന് ഇറങ്ങി ഒന്നൊന്ന് വെന്തെടുത്തോട്ടെ അല്ലേ. സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. നനഞ്ഞ നേരിയ പട്ടുരുമാ. ചേച്ചി എന്റെ സ്നേഹം പ്രകടിപ്പിച്ചോട്ടെ. താങ്ക് യു. ഇരിക്കൂ. ഞാൻ ഒരുപാട് ചേച്ചീനെ എൻ്റെ സ്നേഹം ഞാൻ ചേച്ചിയോട് പ്രകടിപ്പിക്കാൻ നേരം ഇങ്ങനെ ഞെക്കി പിടിക്കും, കഴുത്തി പിടിക്കും, ഉമ്മ കൊടുക്കും. ആ കൊടുക്കുന്ന ഉമ്മ ചില്ലറ ഒന്നല്ല, ഇന്ന് കെട്ടിപ്പിടിച്ച് ഞെക്കി പിടിച്ച എല്ലൊടിക്കുന്ന ഉമ്മയില്ലേ, അങ്ങനെയൊക്കെ ഞാൻ ചേച്ചിനോട് സ്നേഹം പല കല്യാണത്തിൽ നിന്നെ കണ്ട് ഓടും. എൻ്റെ സ്നേഹം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചിക്ക്. അത് കണ്ടിട്ട് ചേച്ചി ഇങ്ങനെ ഓടും. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, ചേച്ചി സ്റ്റിൽ എങ്ങനെ ഇങ്ങനെ യൗവനായിട്ടിരിക്കുന്നത്? ടച്ച് വുഡ്. എന്താ നീ നന്നായിട്ട്? അയ്യോ, ഞാൻ എൻ്റെ കാര്യമല്ല, ഞാൻ ചേച്ചിയുടെ കാര്യം പറയുന്നത്. ഇത് ഈ പാത പിന്തുടരാനാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാനും കുറവൊന്നുമില്ല ചേച്ചി. ഞാൻ ഹാപ്പി ആകുമ്പോൾ ഇങ്ങനെയാണ്. ആ, ഞാനല്ല ഹാപ്പി ആണെങ്കിൽ ശരിക്കും അങ്ങനെയാണ്. പക്ഷെ ഞാൻ പിന്നെ ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെജിറ്റേറിയൻ, നേരത്തെ കഴിക്കും. ചിട്ട പറയണം. രാവിലെ നിങ്ങളൊക്കെ ടിഫിൻ എപ്പോഴാണ് കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഒരു 9 o'clock. ഞാൻ ഒരു 7:30 ആകുമ്പോൾ കഴിക്കും. അപ്പൊ എത്ര മണിക്ക് എണീക്കും ചേച്ചി? ഞാൻ 4:30 മണി. എന്ത് നല്ല മഴയും കൂടെ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റിയ ക്ലൈമറ്റാ ചേച്ചി. 4:30-5 മണിക്ക് എണീറ്റ് എനിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യോഗ ചെയ്യും. യോഗ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 7:30 to 8 എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് 12, എൻ്റെ വീട്ടിൽ 12-12:30 ആകുമ്പോൾ എനിക്ക് ആദ്യം ഫുഡ്, ഞാൻ ആദ്യം കഴിച്ചിട്ട് ബാക്കിയുള്ളവരെ കഴിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ 1:30-2. എൻ്റെ അമ്മ 2:30 കഴിക്കും. സുരേഷ് ഏട്ടൻ 2:30-3 മണിക്കാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലേറ്റാണ്. പക്ഷെ ഞാൻ 12-12:30 ഞാൻ എൻ്റെ ലഞ്ച് കഴിയും. കുറച്ച് ആഹാരമേ കഴിക്കുള്ളൂ. പിന്നെ അരി പലഹാരം കൂടുതലും കഴിക്കാറില്ല. കിനോവ അല്ലെങ്കിൽ ബ്രൗൺ റൈസ്, അങ്ങനെയൊക്കെ ഐറ്റംസ്. പക്ഷെ നിറച്ചും വെജിറ്റബിൾസ് കഴിക്കും. അത് കഴിഞ്ഞാൽ രാത്രി എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് 6:30 to 7. ബിറ്റ്വീൻ 6:30 and 7 ചേച്ചി കഴിച്ചിരിക്കും. 6:30 വീട്ടിലിരിക്കുകയാണെങ്കിൽ 6:30 കഴിക്കും. വെളിയിലാണെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു 7 കഴിച്ചിരിക്കണം. എനിക്ക് 7-7:30 മുന്നേ കഴിക്കണം. മാക്സിമം 6:30 അങ്ങ് കഴിക്കും. പിന്നെ ഇൻ ബിറ്റ്വീൻ ഈ വൈകുന്നേരം ചായ കടി അതൊന്നുമില്ല. എണ്ണ പലഹാരങ്ങളെ കഴിക്കില്ല. പക്ഷെ വയറ് ഫുള്ളാവും. പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചിട്ട് 9-9:30 ആകുമ്പോൾ ഞാൻ കിടന്നു ഉറങ്ങും.
ആരും ഉറങ്ങിയില്ലെങ്കിലും ആര് കിടന്നില്ലെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബോധമില്ല, ഞാൻ കിടക്കും. അയ്യോ, അപ്പൊ ഇതുപോലൊക്കെ ഞാൻ ആക്കണം. എന്നിട്ട് ചിലപ്പോൾ വൈകുന്നേരം വാക്കിങ്ങിന് പോകും, ഒരു 20 to 30 minutes ഒക്കെ വാക്കിങ്ങിന് പോകും. അങ്ങനെ ചുരുക്കം പറഞ്ഞ ചേച്ചി നല്ല കൊച്ചാ. ഞങ്ങളുടെ ഒന്ന് കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുകയല്ല ചേച്ചി. സുരേഷ് ഏട്ടൻ തന്നെ പറയും 4 മണി എന്താ 6 മണിയായി അവളുടെ അണ്ണാക്കിൽ എന്തെങ്കിലും കൊടുക്കും, 12 മണിയായി അവൾക്ക് എവിടെയെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവളിപ്പോ ഇവിടെ കിടന്ന് എന്റെ മക്കള് പറയും ഈ ഒരു ആഡ് വരൂലേ, വിശന്നാ ഞാനായിരിക്കില്ല. അതാണ് ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല, സ്വീറ്റ് കഴിക്കില്ല, അതൊന്നും കഴിക്കില്ല ചേച്ചി. സ്വീറ്റ്സ് കഴിക്കാറില്ല, കാർബ് കുറവാണ്, പിന്നെ പലഹാരങ്ങൾ കഴിക്കില്ല, പിന്നെ ഗ്ലൂട്ടൻ ഉള്ളതൊന്നും കഴിക്കില്ല. അതൊക്കെ പണ്ട് പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഒരു ആഫ്റ്റർ 50 ഒക്കെ ആയപ്പോഴേക്കും എല്ലാം മാറി, എന്റെ റൂട്ടീൻ ലൈഫ് എല്ലാം മാറിപ്പോയി. നമ്മളെപ്പോഴും ഹെൽത്തി ഇൻ വൺ വേ നല്ലതല്ല ചേച്ചി. നമ്മളെപ്പോഴും നമ്മുടെ ബോഡി എപ്പോഴും ഫിറ്റ് ആൻഡ് ഹെൽത്തി എന്ന് പറയില്ലേ, അതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബോഡിക്ക് തന്നെ ഒരു എനർജി കിട്ടും, ഒരു നമ്മളെപ്പോഴും സ്പോർട്ടീവ് ആയിരിക്കും അല്ലെ. അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ആദ്യം 6:30 മണിക്ക് കഴിച്ച് 6:30-7 കഴിച്ചിട്ട് എനിക്ക് തോന്നും അയ്യോ രാത്രിയിൽ വിശക്കും, പിന്നെ ഒന്നും കഴിക്കാതിരിക്കുകയാണെങ്കിൽ വിശക്കും. അത് എൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. വിശക്കും ചിലപ്പോൾ പാതിരാത്രിയിൽ 1 മണിക്കൊക്കെ എണീറ്റ് നിന്ന് ഒരു പഴം എടുത്ത് കഴിക്കും അങ്ങനെ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മൈൻഡ് കൺട്രോളാണ്. വിശക്കില്ല, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ച്, ചൂടുവെള്ളം കൂടെ അല്ലെങ്കിൽ ഗ്രീൻ ടീ എന്തെങ്കിലും കുടിച്ചിട്ട് വിശക്കേ ഇല്ല. പിന്നെ എനിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒന്നും ബാക്കി വെക്കരുത്. അന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞേക്കണം, ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. വളരെ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങണം. ഇപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ താഴെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. മിക്കവാറും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി മെയ്ഡിൻ്റെ കൂടെ അവരുടെ കൂടെയൊക്കെ ഇരുന്നാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. ചേച്ചി ശരിക്കും തമിഴ്നാട്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ചേച്ചി ഏറ്റവും കൂടുതൽ മലയാളികളുടെ നായികയാണ് ഏറ്റവുമായിട്ട് ചേച്ചി മാറിയത്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു ചേച്ചി? ഈവൻ ചേച്ചി ബോൺ ആൻഡ് ബോട്ട് ഇൻ ചെന്നൈ, അവിടുന്ന് ചേച്ചി മലയാളികളിലേക്ക് അത് എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ടൈറ്റില് ഹീറോയിൻ ഓറിയന്റഡ് മൂവീസ് തമിഴിലില്ലായിരുന്നു. അതായത് ആ ഒരു പീരീഡിലാണ് ഞാൻ. അപ്പോൾ ഒരു ഹീറോസും പിന്നെ ഇടയ്ക്ക് ഒരു 2 പാട്ട് പാടാനോ അല്ലെങ്കിൽ 2-3 സീനിൽ മാത്രമേ വരുള്ളായിരുന്നു. എന്നിട്ട് പോലും അവിടെ ഞാൻ രാമായിൽ എന്നുള്ള ടൈറ്റിൽ റോളിൽ അഭിനയിച്ചു. പിന്നെ സാവിത്രി എന്ന് പറഞ്ഞ ടൈറ്റിൽ റോളിൽ അഭിനയിച്ചു. ഒളിവിരുന്നത്, ഇതിങ്ങനത്തെ ഒക്കെ പടങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഈ ശരിക്കും പറഞ്ഞ ഈ ആദ്യത്തെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വിജയ ഗാർഡനിൽ. അപ്പോൾ വിദ്യാമ്മയാണ് എന്നെ ദൂരെ എവിടെയോ വെച്ച് കണ്ടിട്ട് KG ജോർജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ പടത്തിനൊരു കുട്ടിയെ അന്വേഷിക്കുന്നില്ലേ? ഞാനൊരു കുട്ടിയെ ഇങ്ങനെ വിജയ ഗാർഡനിൽ കണ്ടു, നന്നായിരിക്കുന്നു. അവർ ദൂരെ ഇരുന്നാണ് എന്നെ കണ്ടത്, നന്നായിട്ടുണ്ട് അവളുടെ അഭിനയം, അതുകൊണ്ട് അവളെ നിങ്ങൾ ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് KG ജോർജ് സാർ വന്ന് എന്നെ ബുക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ശരിക്കും സൈൻ ചെയ്ത് അഭിനയിച്ച ആദ്യത്തെ സിനിമ കോലങ്ങളായിരുന്നു. പക്ഷെ അത് റിലീസായത് എൻ്റെ 4ാമത്തെ പടമായിട്ടാണ് റിലീസായത്. അത് കഴിഞ്ഞിട്ട് തമിഴില് സാവിത്രി, പക്ഷെ ഡയറക്ടർ നമ്മുടെ ഭരതൻ സാറാണ്. ഭരതൻ സാറാണ്, അതും ഒരു കേരളത്തിൽ മലയാളമാണ്. അപ്പൊ ഭരതൻ സാർ വന്നിട്ട് എന്നെ ബുക്ക് ചെയ്തു, ഞാൻ അഭിനയിച്ചു. എന്നിട്ട് അതിൻ്റെ റഷസ് ഡബിങ് തിയേറ്ററിൽ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സേതുമാധവൻ സാർ വന്നിട്ട് ശരിക്കും ഓപ്പോളായിട്ട് അഭിനയിക്കേണ്ടത് സരീന വഹാബാണ് അവർ പ്ലാൻ ചെയ്തത്. എൻ്റെ മകനായിട്ട് അഭിനയിച്ച കുട്ടിയെ കാണാനായിട്ടാണ് സേതുമാധവൻ അങ്കിൾ അവിടെ വന്നിരുന്നത്. അവിടെ വന്ന് പക്ഷെ പെട്ടെന്ന് പ്രതാപ് പോത്തൻ, എനിക്ക് അറിയത്തില്ല അദ്ദേഹത്തിന്, അദ്ദേഹം എൻ്റെ പുറയിൽ വന്നിട്ട് കൺഗ്രാജുലേഷൻസ്, യു ആർ ഗോയിങ് ടു റോക്ക് ആ മൂവി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ ഇത് ആര് പറഞ്ഞിട്ട് പോയതെന്ന് പറയുമ്പോൾ പ്രതാപ് പോത്തനാണെന്നുള്ള പിന്നെയാണ് ഞാൻ അറിയുന്നത്. നിന്നുപോലെ എനിക്കൊരു ആൻസർ പറഞ്ഞില്ല, നേരെ പോയി. അപ്പോഴാണ് വീട്ടിലേക്ക് സേതുമാധവൻ സാറും പ്രൊഡ്യൂസർ ജോർജ് സാറും വന്നിട്ട് ഓപ്പോളിലേക്ക് എന്നെ ബുക്ക് ചെയ്തു. നല്ല ക്യാരക്ടർ അത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമായി, ഓപ്പോളിലേക്ക് മേനകയെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ കേരളവും മലയാളവും എന്റെ പുറയിലേ ആക്സിഡന്റലി കേറുകയാണ് ചേച്ചി. അങ്ങനെയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം കിട്ടിയില്ല. സുരേഷേട്ടൻ പിന്നെ വിട്ടൂല, അതാണ് സത്യം. അല്ല, ഒത്തിരി തമിഴ് പടങ്ങൾ വന്നു. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 60-70 ദിവസങ്ങൾ ചോദിക്കും, നമുക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളം ഒരു 15 to 20 days മതിയല്ലോ. അപ്പൊ 3-4 പടങ്ങൾ ക്യാൻസൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു തമിഴ് പടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് പറ്റൂല. കുറേ പടങ്ങൾ മിസ് ചെയ്തു, കുറേ പടങ്ങൾ ഞാൻ മിസ് ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഹാപ്പി വിത്ത് ഹിയർ എന്ന് വെച്ചാൽ നല്ല
ഇവിടുന്ന് അല്ല പോകാൻ ചേച്ചിയുടെ പിന്നെ ആര് തമിഴായിട്ട് അക്സെപ്റ്റ് ചെയ്തു? ഞങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു ശാലീന സുന്ദരിയായിട്ടുള്ള ഒരു നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പോട്ടെ. തമിഴ്നാട്ടിൽ ഞങ്ങൾ ചെന്നിട്ട് ചിന്തിക്കാറില്ല. ഞങ്ങൾ തമിഴ് ചിന്തിക്കാറില്ല. അല്ല, തമിഴ്നാട്ടിൽ ഞാൻ തമിഴ് സംസാരിക്കുമ്പം உங்களுக்கு തമിഴ് നല്ല പേസ വരുമാ, അവര് വിചാരിച്ചു അവര് മലയാളി. വിചാരിച്ചു ഞാൻ മലയാളിയാണ്. ചേച്ചി അതേപോലെ നമുക്ക് മലയാളികളുടെ ഇടയിൽ ഒരു പൊതുവേ ഒരു ചർച്ച എന്നാണെന്നറിയോ? ഇപ്പൊ ഞാനായാലും അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ചേച്ചി അഭിനയിച്ച സമയത്ത്, ഒരു പീക്കിലായിരുന്ന സമയത്ത് ഇവർ ഫിലിം വിട്ടിട്ട് പോകുന്നു. അത് നമ്മുടെ ഇഷ്ടം, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ പിന്നെ പറയുന്ന റൂമേഴ്സ് എന്നാന്ന് വെച്ചാൽ ഭർത്താവ് അഭിനയിക്കാൻ വിടില്ല, അത് അവരുടെ കീഴിലാണ്, അതുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റൂമർ. ചേച്ചി ആ വേർഡ് മനസ്സിലാക്കണം. മനസ്സിലായി റൂമർ. അതിനോട് ചേച്ചി എങ്ങനെ അത് റൂമല്ല. എനിക്ക് 100% എൻ്റെ ഭർത്താവിനെ ഇഷ്ടമാണ്. 100% ഞാനാണ്. എൻ്റെ ഒരു ആഗ്രഹം കല്യാണം കഴിക്കണം, കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണം. പിന്നെ കാരണം എൻ്റെ അമ്മ അച്ഛൻ 2 പേരും വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ അനിയന്മാർ വരുമ്പോഴോ വീട് പൂട്ടിയിരിക്കുന്നത് ഭയങ്കര സങ്കടമാണ്. വെയിറ്റ് ചെയ്യും അങ്ങനെ. അപ്പം എനിക്ക് അങ്ങനെയല്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പം ഇവരുടെ കൂടെ ഇരിക്കണം. കുഞ്ഞിന് ആഹാരം കൊടുക്കണമെങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം. ചില സ്ഥലങ്ങളിൽ സെർവൻസിനെ കൊണ്ട് കൊടുപ്പിക്കും. എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഞാൻ തന്നെ കയ്യിൽ കുഴച്ച് കൊടുക്കണം. എനിക്ക് സ്പൂണിൽ കൊടുക്കുന്നത് ഇഷ്ടമില്ല. ഞാൻ എൻ്റെ രേവതിക്കൊക്കെ വായിൽ കൊടുക്കണ കണ്ട ഇവിടെ നിന്ന് ഇങ്ങി വരെ ഇത്രയും കിടക്കും. ഞാൻ വടിച്ച് തുടച്ചിങ്ങനെ അങ്ങനെ കൊടുക്കണം. പിന്നെ ഇവർക്ക് ആഹാരം കൊടുക്കുന്ന സമയത്തേക്ക് എൻ്റെ കയ്യിൽ നഖം വയ്ക്കില്ല. കോട്ടൺ സാരിയേ ഉടുക്കുള്ളൂ. നൈലക്സ് അങ്ങനത്തെ എടുത്ത് അവരെ ഇടുപ്പത്ത് കയറ്റുമ്പോഴേക്കും അവർക്ക് എന്തെങ്കിലും റാഷസ് വരുമോ എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ എന്നോട് നിങ്ങളൊരു സിനിമ നടിയല്ലേ, നെയിൽസ് വെച്ചുകൂടെ, നെയിൽ പോളിഷ് ഇട്ടുകൂടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ അവളുടെ അമ്മയാണ് എന്ന് പറയും. എന്നുവെച്ചാൽ അങ്ങനെ അതെനിക്കൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് അവരുടെ കൂടെ ഇരിക്കണം, എപ്പോഴും കൂടെ ഇരിക്കണം, ഇവരുടെ കൂടെ എവിടെയെങ്കിലും പോകണം. എനിക്ക് സുരേഷ് ചേട്ടാ എപ്പോഴും പറയും കോഴിയും കുഞ്ഞുങ്ങളും പോലെ ചിറകുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഐ എൻജോയ്ഡ് ദ ലൈഫ്. വൈഫൈ ഈ പിള്ളേര് വലുതായി ഞാൻ ഒറ്റയ്ക്ക് ഒരു പണിയും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ആരും ഉണ്ടാവില്ല. നമ്മൾ മാത്രം ഉണ്ടാവും. സുരേഷ് ഏട്ടൻ പിള്ളേർ പഠിക്കാൻ പോയി വലുതായി ആരും ഉണ്ടായില്ല. അവരുടെ പാട്ടിൽ പോകുമ്പോൾ മൂത്ത മോൾ അങ്ങ് സ്റ്റേറ്റ്സിൽ പോയി, ഇളയ മോളാണെങ്കിൽ ബിസിയായി എല്ലാം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സുരേഷ് ഏട്ടൻ ഇനി വേണമെങ്കിൽ നിനക്ക് ആഗ്രഹമാണെങ്കിൽ പൊക്കോ. ചേച്ചീനെ അഭിനയിക്കില്ലേ? ഞാനാ ഇനി നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും അഭിനയിക്കും. അതാ ഒരു ഓപ്പോളിന്റെ ക്യാരക്ടർ നല്ലതായിരിക്കണം. പിന്നെ നമ്മുടെ ക്രൂ നന്നായിരിക്കണം. എല്ലാം കൂടെ ഒത്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. കന്നഡത്തില് അവര് പറയുന്നത് ആരുമില്ല, നീ ഞങ്ങൾക്ക് വിട്ടു തരണേ എന്ന് പറഞ്ഞ്. കന്നഡ ഒക്കെ നോക്കാത്ത എന്താ ചേച്ചി? അവിടെ അങ്ങനെ ഞാൻ നോക്കിയില്ല. വരണം എന്നുണ്ടെങ്കിൽ തന്നെ വരും. അതെ, നമുക്ക് വിധിക്കപ്പെട്ടത് എന്റെ അമ്മ എപ്പോഴും പറയും, ദേഹം മുഴുവനെ എണ്ണ പെരട്ടിട്ട് മണലിൽ ഉരുണ്ടായാലും ഒട്ടുന്ന മണ്ണേ ഒട്ടുള്ളൂ. കറക്റ്റ്. എന്തിനു കിടന്ന് ഞാൻ കിടന്ന് ഇങ്ങനെ വരണമെങ്കിൽ വരും. അതെ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലക്കി പേഴ്സ് എന്ന് പറയുന്ന ശങ്കർ ചേട്ടനും പപ്പിയേച്ചിയുടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ ലാലേട്ടൻ ആ സമയത്തേക്ക് ശങ്കരേട്ടന്റെ ഫ്രണ്ടായിട്ടും ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ചേച്ചി ആ സമയത്ത് വരുന്ന സമയത്ത് ശങ്കർ ചേട്ടനായിരുന്നു ഹീറോ മലയാളം. അപ്പം ആ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു ചേച്ചി? അത് ആദ്യം ഞങ്ങൾ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ നീ മറക്കുമായി, പിന്നെ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു അല്ലേ? ഭയങ്കരമായിട്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം പോലെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിലേക്ക് കുറെ കൂടെ ക്യാരക്ടർ ഇപ്പൊ എല്ലാവരും അത് ഇതൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ വരുന്ന പടങ്ങളെല്ലാം ആരാ ഹീറോ അങ്ങനെ വരും. അങ്ങനെയാണ്. പക്ഷെ ഈ പാർ ഇത്രയും ഹിറ്റാണ്, ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളത് ശരിക്കും ഞാൻ അറിയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. ഞാൻ അവിടെയല്ല ഇരുന്നത്, മെഡ്രാസിലല്ലേ. കേരളത്തിന്റെ വിശേഷം ഒന്നും നമ്മൾ അറിയത്തില്ലല്ലോ. ശങ്കർ ചേച്ചി ശരിക്കും കേരളത്തിലല്ലേ? അതോ പുള്ളിയും ചെന്നൈയിലാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വിശേഷം അറിയത്തില്ല, ഒന്നും അറിയില്ല. ഞാൻ ഇത് എപ്പോഴാണ് എന്ന് വെച്ചാല് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് വീട്ടിൽ സുരേഷ് ഏട്ടനും വരും. സുരേഷ് ഏട്ടന്റെ കൂടെ ശങ്കരേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു ഒരു പ്രാവശ്യം. അപ്പൊ കുറെ പണ്ട് ലെറ്റർ വരുമല്ലോ, ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ആ ലെറ്റർ എല്ലാം സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും കൂടെ ഇരുന്ന് ഇങ്ങനെ കുറെ വായിക്കും. അതിലെഴുതും, ചേച്ചി ആ സുരേഷിനെ പിന്മാരാൻ പറയണം, ശങ്കരേട്ടനെ കല്യാണം കഴിച്ചാൽ മതി.
പ്ലീസ് വേണ്ട. അല്ല അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടില്ലേ ചേച്ചി? ശങ്കർ മേനക കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ലെറ്ററുകൾ വായിക്കുമ്പം അത് സുരേഷ് ഏട്ടൻ തന്നെ വായിക്കും. സുരേഷ് ഏട്ടനും ശങ്കരേട്ടനും കൂടെ ചേർന്ന് വായിക്കും. അവര് കൂടെ വായിക്കും. സുരേഷിന്റെ എന്നെ പിന്മാറാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടാ. അല്ല, ഇദ്ദേഹം പിന്മാറാൻ പറയാൻ ഇദ്ദേഹം എപ്പോഴാണ് എൻട്രി ആയത്? അതാദ്യം പറയൂ. ആര്? സുരേഷ് ഏട്ടൻ. പൂച്ചക്കൊരു മൂക്കുത്തി. ആ സമയത്ത് ആദ്യത്തെ പടം പൂച്ചക്കൊരു മൂക്കുത്തി അല്ലേ സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് മുമ്പേ ശങ്കർ മേനക വേണ്ട വിട്ടുകൊടുക്കാൻ ചാൻസ് ഇല്ല എന്തൊക്കെ പറ്റും. ചേട്ടൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞൂല് ഒരു സീനുണ്ട്. അതായത് ഞാൻ അവിടെ എന്തോ തുന്നിക്കൊണ്ടിരിക്കും. അപ്പൊ ശങ്കരേട്ടൻ ഒരു കാറിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് കഥ അടച്ചോണ്ട് പോകും. അത് ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വരുന്നതും നീ അങ്ങനെ പോണത് പോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയും. പിന്നെ പൂച്ചക്കൊരു മൂക്കുത്തി ബുക്ക് ചെയ്യുന്നത് തന്നെ ആദ്യം എന്റെ മോഹങ്ങൾ പൂണിഞ്ഞിട്ട് ക്ലൈമാക്സ് നടക്കുമ്പം ശങ്കരേട്ടനും ക്യാമറാമാൻ വില്യംസും കൂടെ വരുമായിരുന്നു. അപ്പോൾ ശങ്കരേട്ടനാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. പക്ഷെ ഞാൻ അപ്പൊ ഹായ് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊന്നും മൈൻഡിലൊന്നും നിന്നില്ല. ഞാൻ ആ സീനിൽ ഗ്ലിസറിനൊക്കെ ഇട്ട് അഭിനയിച്ച് ഞാൻ അങ്ങ് പോയി. എനിക്കറിയില്ല. പിന്നെ ശങ്കരേട്ടൻ എവിടെ ഉണ്ടെങ്കിലും കാണാൻ വരും. ശങ്കരേട്ടൻ ഉണ്ടെങ്കിൽ അവിടെ ഞാനും ഉണ്ടാവും. അതാണല്ലോ ഉദ്ദേശം. ശങ്കരേട്ടനെ കാണാൻ വരുന്നല്ല, ശങ്കരേട്ടനെ പിന്നെ പറയും ഞാൻ ശങ്കുവിനെ കാണാൻ വരുന്ന പോലെ ഞാൻ നിന്നെ കാണാൻ ഒരുപാട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പൊ പിന്നെ ഒന്നുമില്ല, ഞാൻ ഉണ്ടെങ്കിലും വരില്ല. അതാണ് ഏറ്റവും ഇപ്പം ഇവരുടെ ലൈഫ് ഒന്ന് കാണണം. പബ്ലിക്ലി ആയാലും സുരേഷ് ചേട്ടന്റെ വഴക്ക് പറയുന്നതിന് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. സുരേഷ് ചേട്ടൻ നിന്നത് എന്ന് പറഞ്ഞ് വരെ നിന്നിട്ടുണ്ട് സത്യം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെ നീ മറക്കും, അതിന്റെ ദേവദാരു പൂത്ത് സോങ് ഉണ്ടല്ലോ, അതിന്റെ ക്ലൈമാക്സ് നടക്കുമ്പോഴേക്കും സുരേഷ് ഏട്ടൻ വന്നിരുന്നു. അപ്പൊ സുകുമാരി ചേച്ചി മേനക ഇത് സുരേഷ് കുമാർ പ്രൊഡ്യൂസർ. ഹലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ കണ്ണാടി ഇങ്ങനെ വെച്ചിരിക്കാൻ ഇങ്ങനെ കണ്ടപ്പോ എവിടെയോ കണ്ട ഒരു ഫീലിംഗ് ഒക്കെ തോന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കും, കൊള്ളാല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നോക്കുമായിരുന്നു. ഞാൻ നോക്കുന്നു എന്നുള്ള അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ എനിക്കൊരു മനസ്സിനകത്ത് തോന്നി. രതീഷ് ഏട്ടന്റെ കല്യാണം ചെന്നൈയിൽ നടക്കുകയായിരുന്നു, മറ്റേ അടയാർ പാർക്ക് ഹോട്ടലിൽ. അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ സ്ലീവ്ലെസ് ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ പോയി. സുരേഷ് ഏട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടൊക്കെ ഇതില് ഹലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടുപോലുമില്ല. അപ്പൊ പറയാം ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആ ശങ്കുവിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടങ്ങ് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി സമയത്തേക്ക് സുരേഷ് ഏട്ടൻ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയില്ല, അതിന് ആ പടം 4-5 ഷെഡ്യൂളായിട്ട് നടന്നു. അപ്പൊ എന്ത് സ്വീറ്റാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സോൻ പപ്പടി ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു സ്വീറ്റും ഞാൻ വലുതായിട്ട് കഴിക്കില്ല. സോൻ പപ്പടി, അതും സ്ക്വയറായിട്ട് വരുന്ന സോൻ പപ്പടി, മറ്റേ നൂലായിട്ട് ഇങ്ങനെ തരൂല്ലേ. അല്ല നമ്മളിങ്ങനെ മണി അടിച്ചുകൊണ്ട് കൊണ്ടുവരില്ല. അപ്പൊ ഞാൻ അരോമാമണി സാറിന്റെ പടത്തിന് വരിക ഞാൻ അഭിനയിക്കാനായിട്ട്. വീണ്ടും ചലിക്കുന്ന ചക്രത്തിന് അഭിനയിക്കാൻ വരികയാണ്. അപ്പോ എയർപോർട്ടില് രാവിലെ ഇതും പിടിച്ചോണ്ട് പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ എന്റെ കാറ് വരുമല്ലോ, എന്റെ കാറ് പ്രൊഡക്ഷൻ എന്ന് വന്നിട്ട് വേണ്ട നീ ഇതിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ബാക്കിൽ കയറാൻ പോയി. ഞാനെന്ത് നിന്റെ ഡ്രൈവറാ എന്ന് പറഞ്ഞു. ശരി, മുമ്പിൽ കയറിയിട്ട് എന്നെ കൊണ്ടുപോയി വിട്ടു. സോൻ പപ്പടി എടുത്തോളൂ, നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞ് എടുത്തു. അപ്പൊ സുരേഷ് ഏട്ടന്റെ ചേച്ചി പിന്നെ പറയാൻ, നമ്മുടെ വീട്ടിലൊരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞാൽ വരില്ല, രാവിലെ സോൺ പപ്പടിയുമായിട്ട് നേരെ എയർപോർട്ടിൽ പോയി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിട്ട് ചേച്ചി പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പൂച്ചക്കൊരു മൂത്തി അഭിനയിക്കുമ്പം ഫുഡിന് ഭയങ്കര ഇതാണ് സുരേഷ് ഏട്ടൻ. ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാല് ശരിക്കും സുരേഷ് ഏട്ടന്റെ അമ്മ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പോലും എന്താണ് MG രാധാകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലുള്ള ആ തീയൽ എന്ത് ശരിയാക്കാത്തത് എന്നൊക്കെ പറയാം. അവന് അമ്മ പാവം കിടന്ന് കരയും, അമ്മ കരയും, എന്തും മോനെ എന്നൊക്കെ പറഞ്ഞു കരയും. അത് ഇതായിരുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ സുരേഷ് ഏട്ടൻ ഇങ്ങനെ ഫുഡിന് കുറേ ഇത് പറയുമായിരുന്നു. അപ്പം ഞാൻ ലിഫ്റ്റിൽ ഞാനും സുരേഷ് ഏട്ടനും കൂടെ ലിഫ്റ്റിൽ വരികയാണ്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ കുറ്റം പറയത്തില്ലേ ഫുഡിന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കെട്ടാൻ പോണ പെണ്ണിന് ഒരു 2 മാസമെങ്കിലും അമ്മയുടെ അടുത്ത് പോയി ട്രെയിനിങ് കൊടുക്കും, എന്നാലേ നിങ്ങൾക്ക് ശരിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജന്മത്ത് കിട്ടൂല കേട്ടോ ഭാര്യ ആയിട്ടാണ്. അപ്പം പിന്നെ എപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്ത് 2 മാസം ട്രെയിനിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞു. ദിസ് ഇസ് വാട്ട് അപ്രോച്ച്. അല്ലാതെ ഐ ലവ് യു ഇല്ല, ഒന്നുമില്ല. നല്ല രസമുണ്ട്, ഭയങ്കര സിനിമ സ്റ്റൈൽ. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇത് പറഞ്ഞു, അമ്മ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞായിരുന്നു.
നിനക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. നീ ആയിട്ട് പോയി ഓടിച്ചെന്ന് ഐ ലവ് യു പറയരുത്, ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വരട്ടെ, വരുമ്പോൾ പറയാമെന്ന്. അപ്പം അങ്ങനെയാണ് ഇത് മനസ്സിലായത്. പിന്നെ ഒരു ദിവസം സുരേഷ് ഏട്ടൻ വന്ന് അമ്മയുടെ അടുത്ത് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയും. അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയാണ് സുരേഷ് ഏട്ടനോട് പറഞ്ഞു. നല്ല രസമുണ്ട്, ഭയങ്കര കേട്ടോണ്ടിരിക്കാൻ നല്ലൊരു കഥ, ഭയങ്കര ഒരു സിനിമ സ്റ്റൈൽ അല്ലേ. നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചാലോ? വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ചേച്ചിക്ക് എന്നാ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി. എന്താണ്? കഴിച്ചു നോക്കാം. മരുന്ന് വല്ലതും എടുത്തോണ്ട് വരണോ? ഞാൻ ചേച്ചി കഴിച്ചിട്ട് എന്റെ പ്രേക്ഷകരോട് എന്റെ ആഹാരത്തിനെ കുറിച്ച് നിനക്ക് നന്നായി ചേച്ചി അറിയാം. ചേച്ചി ഇത്രയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ചേച്ചിയെ ഞാൻ നശിപ്പിക്കില്ല. ചേച്ചി എന്നെ വിശ്വസിക്കും. നമുക്ക് പോയി കഴിച്ചു നോക്കിയാലോ? ചേച്ചി വരുമ്പോ ഇതാണ് ഞാൻ ചേച്ചിക്ക് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് പല കാര്യങ്ങളും ഇല്ല. നോക്കണ്ട, ഇങ്ങനെ രൂക്ഷമായി നോക്കല്ലേ. അല്ല, ഇത് സുരേഷ് ഏട്ടൻ വല്ലതും കഴിക്കണ പോലെയാണ് ഇരിക്കുന്നത് കണ്ടിട്ട്. അയ്യോ, അതല്ല, സുരേഷ് ഏട്ടൻ കഴിക്കുന്ന സാധനങ്ങളേ അല്ല ഇത്, പ്യോർ വെജ്. ചേച്ചി, എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു നേരത്തെ. ഒരു മിനിറ്റ് എന്നാ? ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്കോ? നീ മറന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. I don't know. ഇന്നത്തെ ഈ സ്പെഷ്യൽ ഡേയിൽ തന്നെ നിന്റെ കൂടെ വരണം, ആഹാരം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് വിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്ത് പപ്പേജി? ഞാൻ മറന്നുപോയി. ഞാനൊരു സാധനം തരാം, കുളിപ്പിച്ചു വെച്ചോ എന്റെ ഇടയില്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ആനിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കട്ട് ചെയ്താൽ നീയും കഴിക്കാൻ പറ്റില്ല, എനിക്കും കഴിക്കാൻ പറ്റില്ല. ഇതെടുക്കാത്തല്ലോ. അതാണ് നല്ലത്. ഇനി ഞാൻ ചേച്ചിക്ക് ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചില്ലേ. ഇപ്പൊ ലാലേട്ടനായിട്ട് ഞാൻ ഒരു ഫിലിം പോലും ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളി അത് മാത്രം മിസ്സായി പോയി. പോട്ടെ, ഈ പറഞ്ഞ പോലെ മമ്മൂക്കായിട്ട് വർക്ക് ചെയ്തു, സുരേഷ് ചേട്ടൻ്റെ അടുത്ത്, മുകേഷ് ഏട്ടൻ, ജയറാമേട്ടൻ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ ലാലേട്ടനെ കുറിച്ച് അറിയാൻ ഇവൻ ഞാനെന്നല്ല എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് ടൈം ലാലേട്ടനെ കണ്ടതും ആ ഒരു അന്ന് ലാലേട്ടൻ ഹീറോ ആയിട്ട് വന്നോ, കുറേ പടങ്ങൾ ചെയ്തു തുടങ്ങിയോ, എങ്ങനെയായിരുന്നു? ലാലേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് താവളം പീർമേഡിൽ വെച്ചിട്ട് ഷൂട്ടിങ് ആയിരുന്നു. അത് പക്ഷെ എൻ്റെ കൂടെ കോമ്പിനേഷൻ ഒന്നുമില്ല. അത് തീർന്ന് എന്തോ പിച്ചാത്തിയൊക്കെ വെച്ച് എന്തോ കാണിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പോയി, ഞാൻ അത്രേ ഉള്ളൂ. പിന്നെ ഒരു പടം ഒരു മൊട്ട് വിരിഞ്ഞപ്പോൾ എന്നുള്ള GP ബാലൻ സാർ പ്രൊഡ്യൂസറാണ്. ആ പടം വെളിയിൽ വന്നോ വന്നില്ലയോ എന്നുള്ളത് എനിക്കും അറിഞ്ഞുകൂടാ, ലാലേട്ടനും അറിഞ്ഞുകൂടാ. സുദർശൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു അതിൻ്റെ ഹീറോ, പക്ഷെ ഇപ്പോൾ ഹീസ് നോ മോർ. അപ്പോൾ അതിൽ അഭിനയിച്ചു. അത് 1982 ജനുവരിയിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ അതിൽ എന്നെ റേപ്പ് ചെയ്യാൻ വരുന്ന ലാലേട്ടനോ? അതാണ് ഞാൻ. എന്നെ ഓടി 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 വിരട്ടി 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 അതാണ് ഞങ്ങൾ ചേർന്ന് ആദ്യം അഭിനയിച്ചത്. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞൂല് ലാലേട്ടൻ ശങ്കരേട്ടൻ്റെ ഫ്രണ്ടായിട്ട് വന്നു. പിന്നെ എങ്ങനെ നീ മറക്കുമ്പോഴാണ് ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിൽ ഞങ്ങൾ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി, പിന്നെ അയൽവാസി ദാരിദ്ര്യവാസിയിൽ ഒരു ഗസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പടങ്ങൾ. ലാലേട്ടൻ ഭയങ്കര എന്താ പറയുക, കുഞ്ഞു പിള്ളേരെ പോലെ നോട്ടിയാണ്. ഇപ്പം പൊതുവേ പറയുമല്ലോ ലാലേട്ടൻ ഭയങ്കര എന്താ പറയുക, വേ ഓഫ് പെർഫോമൻസ് ഒക്കെ ഭയങ്കര ചൈൽഡിഷ് ആണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ലാലേട്ടൻ ശരിക്കും രാജാവിൻ്റെ മകൻ സമയത്തേക്കൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞു. ഞാൻ ഒപ്പത്തിനൊപ്പം ഒക്കെയാണ് ലാലേട്ടൻ്റെ കൂടെ മെയിൻ ഹീറോയിനായിട്ട്. പിന്നെ അപ്പുണ്ണി അതിലൊക്കെ ഉണ്ട്. പിന്നെ അപ്പുണ്ണി സമയത്തൊക്കെ അയ്യോ, അതൊക്കെ ലാലേട്ടന് ഒരു പ്രത്യേക കഴിവാണ്. റെഡി ആക്ഷൻ എന്ന് പറയുന്നത് വരെ ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തൊക്കെയോ പറയും. ബാക്കിയുള്ളവർ ചിരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം പെട്ടെന്ന്
പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ വേറെ ഒരു ക്യാരക്ടറാണ്, വേറൊരു ലോകത്തിലേക്ക് മോഹൻലാൽ അല്ല ആ ക്യാരക്ടറായിട്ട് മാറും. അത് പിന്നെ ലാലേട്ടൻ്റെ എന്ന് വെച്ചാൽ യൂണിറ്റിൽ എല്ലാവരുടെ അടുത്തും ശരിക്കും ലാലേട്ടൻ ഒരു കസേരയിലിരുന്ന് കണ്ടിട്ടേ ഇല്ല. കട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എവിടെങ്കിലും വല്ല റിഫ്ലക്ടർ ഇരിക്കുന്ന, പണ്ടൊക്കെ റിഫ്ലക്ടർ ഉണ്ടാവില്ല, അതിലിങ്ങനെ ചരിഞ്ഞ് ആ പയ്യന്റെ തോളത്ത് കൈയിട്ടുണ്ട്. ഫ്രണ്ട്ലിയാണ് ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ വേണ്ട. ഇതാദ്യം ചേച്ചിക്ക് പകുതിയെ മുറിക്കോളൂ. കണ്ടാ ഇതൊരു മര്യാദ പോലും സമ്മതിക്കുവല്ല. എന്തായാലും ചേച്ചി കഴിച്ചു നോക്ക്. ഒരു ഗ്ലൂട്ടൺ ഇല്ല, മസാലാസ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് കുറച്ച് എൻ്റെ ഇതിന് കുറച്ച് എരി കൂടുതലാണ് ചേച്ചി. ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടില്ല. ഒരു ഇച്ചിരി 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെ. പച്ചമുളക് ഒരു ഇച്ചിരി. ആ പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളക്, ഇച്ചിരി പേരിന്. നത്തിങ് മോർ ദാൻ ദാറ്റ്. പിന്നെ എന്തോ ഇലയാണ് ഇട്ടിരിക്കുന്നത്? മറ്റേ സ്പിനാച്ച്, കോണ്, പിന്നെ നമ്മുടെ കടലമാവ്. പൊട്ടേറ്റോ ഇട്ടിട്ടുണ്ടോ? ആ പൊട്ടറ്റോ ബൈൻഡ് ആവണ്ടേ. പിന്നെ ഉള്ളത് തക്കാളി. പിന്നെ ഇത് എങ്ങനെയാണ് ഇത് ചെയ്തത്? പിടിച്ചു സ്ക്യൂവറിൽ, എന്നിട്ട് പാനിൽ വെച്ച് ഗ്രിൽ ചെയ്തു. ഇറ്റ്സ് ഗുഡ് അല്ലേ? അപ്പൊ ഇനി എല്ലാം ട്രൈ ചെയ്തോളൂ. എനിക്ക് വിശക്കുന്നു, ചേച്ചി കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ ചേച്ചി ഒരു വലിയ താങ്ക്സ്. എന്തിനാന്നറിയോ? ഓപ്പോളിനൊരു താങ്ക്സ്, എനിക്ക് കേക്ക് തന്നേന്. ഓപ്പോളിനാണ് താങ്ക്സ്, മേനേ ചേച്ചിക്കല്ല. പിന്നെ മേനേ ചേച്ചിക്ക് ഒരു താങ്ക്സ് എന്ന് വെച്ചാൽ എൻ്റെ ഷോയിൽ വന്നേന്. ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഈ കബാബ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ പല കടകളിലും കാണും, നോൺ വെജിൻ്റെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് അവിടെ കഴിക്കാൻ തോന്നൂല. അപ്പം നീ കബാബ് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ എത്രയോ നാളത്തെ ആഗ്രഹം കിട്ടി. താങ്ക് യു. അപ്പൊ ചേച്ചി തന്ന സർപ്രൈസിന് എനിക്ക് തിരിച്ച് വിത്ത് മൈ പ്യോർ സിൻസിയർ ഹാർട്ട്. നന്നായിരിക്കണം കേട്ടോ, നന്നായിരിക്കും ചേച്ചി. താങ്ക് യു. എനിവേ ഇനി ഫോമൽ. ചേച്ചിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സുരേഷ് ചേട്ടനോട് അന്വേഷണം പറയാം. ഈ ഒരു ഫുൾ ഫാമിലിക്ക് നമ്മുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓൾവേസ് ഉണ്ടാവണം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമ്മൾ ഒന്നുകൂടി പരിചയപ്പെട്ടു അല്ലേ? ഇത് മാത്രമല്ല, ഇനിയുണ്ട് ഒരുപാട് റെസിപ്പീസ്. അപ്പോൾ ആനീസ് കിച്ചൻ കണ്ടാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.